എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്നേഹത്തോടെ ഒരിക്കൽ കൂടി സ്വാഗതം. ജീവിതത്തിൽ ഒരിക്കലും കുറ്റം പറയാതെ ആരെങ്കിലും ഉണ്ടാവും? ആരും ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ജീവിതത്തിലെ എല്ലാ ആളുകളും ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിൽ പല ആളുകളെക്കുറിച്ചും കുറ്റങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതോടൊപ്പം കൂട്ടിയോജിപ്പിച്ച് പറയാനുള്ളത്, ഓർമ്മപ്പെടുത്താനുള്ള ഒരു കാര്യമുണ്ട്. കുറ്റം പറയലും കുറ്റപ്പെടുത്തലും രണ്ടും രണ്ടാണ്, അല്ലേ? ചിലപ്പോൾ പലപ്പോഴും അതൊന്നാണെന്ന് തോന്നാറുണ്ട്. അങ്ങനെയല്ല. കുറ്റപ്പെടുത്തൽ എന്ന് പറയുമ്പോൾ നേർക്ക് നേരെ ഫേസ് ടു ഫേസ് നമ്മൾ വിമർശിക്കുന്നതിനെയാണ് കുറ്റപ്പെടുത്തൽ എന്ന് പറയുക. കുറ്റം പറയൽ അങ്ങനെയല്ല. നമ്മൾ ആരെയാണോ കുറ്റം പറയുന്നത് അവരുടെ അസാന്നിധ്യത്തിൽ മറ്റൊരാളോട് അയാളെ വിമർശിച്ച് പറയുന്നതിനെയാണ് നമ്മൾ കുറ്റം പറയുക എന്ന് പറയുന്നത്. ഈ കുറ്റം പറയുന്നത് തന്നെ രണ്ട് തരത്തിലുണ്ട്. അതിലൊന്ന് അർഹതയുള്ള കുറ്റം പറയലാണ്. നമുക്കതിൽ അർഹതയുണ്ടായിരിക്കും. ഒരാളെ കുറ്റം പറയാൻ നമുക്ക് അർഹതയുണ്ടായിരിക്കും. മറ്റൊന്ന് അങ്ങനെയല്ല. മറ്റൊന്ന് ബോധപൂർവം ഒരാളെ മോശക്കാരനാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മറ്റുള്ള ആളുകളോട് കുറ്റം പറഞ്ഞു നടക്കുന്ന ഒരു സ്വഭാവം. അത് രണ്ടാമത്തേത്. ആദ്യത്തേതിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ഉദാഹരണം പറയുമ്പോൾ മനസ്സിലാവും. നമുക്ക് അർഹതയുണ്ട് എന്ന് പറഞ്ഞല്ലോ. നമുക്ക് നാളെ ഒരു യാത്ര പോകാനുണ്ട്. നമുക്ക് ഒറ്റയ്ക്ക് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് അടുത്തൊരു സുഹൃത്തിനോട് നമ്മളോടൊപ്പം വരാൻ ആവശ്യപ്പെടുന്നു. പുള്ളി ഒക്കെ പറയുന്നു, അങ്ങനെ കൺഫേം ചെയ്യുന്നു, എല്ലാം റെഡിയായി. ഒരുപക്ഷെ തലേന്ന് രാത്രി നമ്മൾ വിളിച്ചിട്ട് കാര്യങ്ങളെല്ലാം ഒന്നുകൂടി കൺഫേം ചെയ്തിട്ടുണ്ടാവും. എന്നാൽ പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ, സമയമായപ്പോൾ നമ്മുടെ സുഹൃത്തിനെ വിളിക്കുന്നു, പുള്ളി ഫോൺ എടുക്കുന്നില്ല. ഒരുപാട് വട്ടം വിളിക്കുന്നു, അപ്പോഴും ഫോൺ എടുക്കുന്നില്ല, തിരിച്ച് റെസ്പോൺസും ഇല്ല. ഒടുവിൽ എന്താ ചെയ്യുക? ഒന്നുകിൽ നമ്മൾ ഒറ്റയ്ക്ക് പോകും, അല്ലെങ്കിൽ ആരെങ്കിലും കിട്ടുന്ന ഒരാളെ കൂട്ടിയിട്ട് നമ്മൾ നമ്മുടെ കാര്യങ്ങൾ നടത്തും. ഈ സമയത്ത് തീർച്ചയായിട്ടും നമുക്കൊരു അർഹതയുണ്ട്, അല്ലേ? അയാളെ കുറ്റം പറയാനുള്ള അർഹത തീർച്ചയായിട്ടും നമുക്കുണ്ട്. വാക്ക് പാലിക്കാതെ ആളുകളെയും പറഞ്ഞു പറ്റിക്കുന്നവരെയും പിന്നെ കുറ്റപ്പെടുത്താതെ എന്ത് ചെയ്യാനല്ലേ? തീർച്ചയായിട്ടും അവരെ നമുക്ക് കുറ്റപ്പെടുത്താൻ അർഹതയുണ്ട്. അങ്ങനെ കുറ്റപ്പെടുത്തുന്നവരെ കുറ്റം പറയുന്ന ആളുകളാണെന്ന് ഒരിക്കലും പറയാനാവില്ല. ഇതുപോലെ ഒരുപാട് അനുഭവങ്ങൾ ജീവിതത്തിലൂടെ കടന്നു പോയിട്ടുണ്ടാവും നമുക്കൊക്കെ. അതൊന്നും നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല അയാൾ കുറ്റം പറയുന്ന ഒരാളാണെന്ന്. എന്നാൽ എല്ലാ സാഹചര്യങ്ങളിലും കാര്യങ്ങൾ അങ്ങനെയല്ല. കുറ്റം പറഞ്ഞു നടക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഒരു സ്ഥാപനത്തിൽ ഒന്നിച്ച് ജോലി ചെയ്യുന്ന ആളുകൾ, ഒരാൾക്ക് സഹപ്രവർത്തകരാണ്, പരസ്പരം അറിയുന്നവരാണ്, സുഹൃത്തുക്കളാണ്. ആ കൂട്ടത്തിൽ ഒരാൾക്ക് ജീവിതത്തിൽ എന്തെങ്കിലും നേട്ടങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രമോഷനോ കാര്യങ്ങളോ ലഭിക്കുമ്പോൾ അത് അംഗീകരിക്കുവാനും ഉൾക്കൊള്ളുവാനും മടിയുള്ളത് കൊണ്ട്, അത് മനസ്സിനെ അസ്വസ്ഥമാക്കുന്നത് കൊണ്ട് അവരെ കുറ്റം പറഞ്ഞു നടക്കുന്ന ഒരുപാട് ആളുകൾ നമ്മൾ ഒന്നിച്ച് വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൽ നമുക്ക് കാണാനാവും. ശരിയല്ലേ? ഈ സ്വഭാവം അത്ര നല്ലതല്ല എന്നാണ് പറഞ്ഞുകൊണ്ട് വരുന്നത്. ഇതിനെയാണ് നമ്മൾ കുറ്റം പറഞ്ഞ് നടക്കുന്ന ഒരു സ്വഭാവം എന്ന് പൊതുവെ പറയാറുള്ളതും. ഇവിടെ നമുക്ക് വേറൊരു ഉദാഹരണം നോക്കിയാലോ. ഇപ്പോൾ എനിക്കൊരു മകളുണ്ടെന്ന് കരുതുക. വിവാഹപ്രായമായി. എൻ്റെ തൊട്ടപ്പുറത്തെ വീട്ടിലും ഒരു വിവാഹപ്രായമായിട്ടുള്ള അതേ പ്രായത്തിലുള്ള പെൺകുട്ടിയുണ്ടെന്ന് കരുതുക. അവൾക്ക് കല്യാണമൊക്കെ ശരിയായി, കല്യാണ ഡേറ്റൊക്കെ ഫിക്സ് ചെയ്ത് നമ്മളോട് കല്യാണവും പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് എനിക്ക് തോന്നുകയാണ്, എന്താണ് തോന്നുക? നമുക്ക് ഇഷ്ടമാവില്ല, അല്ലെങ്കിൽ മനസ്സിന് ഒരു അസ്വസ്ഥത ഉണ്ടാക്കും, അല്ലേ? എൻ്റെ മകളുടെ വിവാഹം നടക്കുന്നതിന് മുമ്പ് അവരുടെ അല്ലെങ്കിൽ ആ പെൺകുട്ടിയുടെ വിവാഹം നടന്നതിൻ്റെ ഒരു അസ്വസ്ഥതയും അസൂയയും കുശുമ്പും കുന്നായ്മയും ഒക്കെ എനിക്കുണ്ടാവും. ഞാൻ കാണുന്ന ആളുകളോടൊക്കെ സ്വാഭാവികമായിട്ട് പറയും, അതിൻ്റെ അസ്വസ്ഥത എനിക്കുണ്ടെങ്കിൽ ഞാൻ എന്താണ് പറയുക? ആ പെൺകുട്ടിക്ക് പ്രണയമോ പ്രേമോ ലൈനൊക്കെ ഉണ്ടായിരുന്നു, അല്ലാതെ അറേഞ്ച് വിവാഹമൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ കുറ്റങ്ങൾ കണ്ടെത്തി മറ്റുള്ളവരോട് ഞാനിങ്ങനെ പറഞ്ഞു നടക്കും. എൻ്റെ മനസ്സ് അസ്വസ്ഥമാണെങ്കിൽ, അല്ലെങ്കിൽ അത് ഇഷ്ടപ്പെടാത്ത ഒരാളാണെങ്കിൽ, അത് അംഗീകരിക്കുവാനും ഉൾക്കൊള്ളാനും മടിയുള്ള ഒരാളാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? അവരെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ കുറ്റം മറ്റുള്ളവരോട് പറഞ്ഞു നടക്കും. ഈ സ്വഭാവം ജീവിതത്തിൽ നല്ലതല്ല എന്നാണ് പറഞ്ഞുകൊണ്ടുവരുന്നത്. ഇങ്ങനെയുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. എനിക്കറിയുന്ന എൻ്റെ സൗഹൃദങ്ങളുടെ കൂട്ടത്തിലൊക്കെ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവരുടെയൊക്കെ വിവാഹം മുടക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കുറ്റം പറഞ്ഞു നടക്കുന്ന ഒരുപാട് ആളുകൾ അവരുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. നേരിട്ട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് മാത്രം ഈ ഒരു വിഷയം ഇവിടെ പറഞ്ഞു എന്നേ ഉള്ളൂ. അത് മാത്രമല്ല, നമുക്ക് ഒരുപാട് വിഷയങ്ങൾ ഇനിയും നമുക്ക് കണ്ടെത്താൻ പറ്റും. ജീവിതത്തിൽ നമുക്കൊരു കാര്യം ഇഷ്ടപ്പെടുന്നില്ല എന്ന് കരുതി, നമുക്കത് അംഗീകരിക്കാൻ കഴിയുന്നില്ല എന്ന് കരുതി, നമുക്ക് ഉൾക്കൊള്ളുവാൻ കഴിയില്ല എന്ന് കരുതി, നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ അസൂയ ഉണ്ടെന്ന് കരുതി ഒരാളുടെ ജീവിതത്തിലുണ്ടാകുന്ന നല്ല കാര്യങ്ങളെ നമ്മൾ വികലമായ ചിന്താഗതിയോടുകൂടി കാഴ്ചപ്പാടോടുകൂടി നോക്കിക്കാണുകയും അത് കുറ്റം പറഞ്ഞു നടക്കുകയും ചെയ്യുന്നത് വളരെ മോശമായ സ്വഭാവമാണ് എന്ന് മാത്രവുമല്ല, അത് നമ്മുടെ ജീവിതത്തെ മോശമായി ബാധിക്കുന്നുണ്ട് എന്ന യാഥാർത്ഥ്യം പലപ്പോഴും നമ്മൾ തിരിച്ചറിയാറില്ല. ഞാൻ ഈ ബോംബെയിലും ബാംഗ്ലൂരിലുമൊക്കെ ജോലി ചെയ്യുന്ന സമയത്ത് നാട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ എൻ്റെ സുഹൃത്തുക്കളുടെ കൂട്ടത്തിൽ തന്നെ
ഒപ്പം എൻ്റെ നാട്ടിലുള്ള ആളുകളും കാണുന്ന ആളുകളും ഒക്കെ പലപ്പോഴും പറയുന്നത് കേട്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ അടുത്ത കാലത്തൊന്നും അത് ഇല്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം കാലം ഒരുപാട് മാറി, മനുഷ്യൻ്റെ മനസ്സൊക്കെ കുറേ അഡ്വാൻസ് ആയിട്ടുണ്ട്. പക്ഷേ കുറേ വർഷങ്ങൾക്ക് മുമ്പ് അങ്ങനെ ആയിരുന്നില്ല. ആ സമയത്ത് ഞാൻ കൂടുതലും കേട്ടിരുന്നൊരു കാര്യമാണ്, ബോംബെയിലും ബാംഗ്ലൂരിലുമൊക്കെ ജോലി ചെയ്യുന്ന മലയാളി പെൺകുട്ടികൾ അത്ര ശരിയല്ല, കുറച്ച് മിസ്റ്റേക്കാണ് അവരൊക്കെ എന്ന് ഒരുപാട് ആളുകൾ പറയുന്നത് അന്നത്തെ കാലത്ത് കേട്ടിട്ടുണ്ട്. ഇതിലെ രസകരമായ വശം, ജീവിതത്തിൽ ഇന്ന് വരെ ബാംഗ്ലൂരിലോ ബോംബെയിലോ പോയിട്ടില്ലാത്ത ആളുകളാണ് ഈ കുറ്റം പറയുന്നത് എന്നുള്ളതാണ് അതിൻ്റെ രസകരമായിട്ടുള്ള മറ്റൊരു കാര്യം. അപ്പോൾ തീർച്ചയായിട്ടും സാങ്കല്പികമായ ഒരു കഥയുണ്ടാക്കിയിട്ട് നമ്മളിങ്ങനെ കുറ്റം പറയുകയാണ്. ഇവിടെ ഈ കുറ്റം പറയുന്നവരുടെ വീട്ടിലും പഠനമൊക്കെ കഴിഞ്ഞു നിൽക്കുന്ന ആളുകളുണ്ട്, പെൺകുട്ടികളുണ്ട്, മകളായിട്ടും സഹോദരിമാരായിട്ടും ഒക്കെ. അവരൊക്കെ ഒന്നുകിൽ ജോലി ചെയ്യുന്നുണ്ട് നാട്ടിൽ തന്നെ, ചില ആളുകൾ ചെയ്യുന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും അവർ എവിടെയും പുറത്തു പോയി ചെയ്യുന്നില്ല എന്ന് കരുതി മറ്റുള്ളവർ ചെയ്യുമ്പോൾ അതിനുള്ളിലുണ്ടാകുന്ന ഒരുപക്ഷെ മാനസികമായിട്ടുള്ള അസ്വസ്ഥതയുടെയോ അല്ലെങ്കിൽ അത് ഉൾക്കൊള്ളാനോ അംഗീകരിക്കാനോ കഴിയാത്തൊരു മാനസികാവസ്ഥയുടെ റിയാക്ഷൻസ് മാത്രമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളും ഇങ്ങനെ പറയുന്ന കാര്യങ്ങളും ഇങ്ങനെ കുറ്റം പറയുന്ന കാര്യങ്ങളുമൊക്കെ. അപ്പോൾ തീർച്ചയായിട്ടും പറഞ്ഞുകൊണ്ട് വരുന്നത്, നമ്മൾ എന്തിനാണ് മറ്റുള്ളവരെ കുറ്റം പറയുന്നത്? സാങ്കല്പികമായ ഒരു ചിന്തയിൽ നിന്നുകൊണ്ട് വികലമായ കാഴ്ചപ്പാടോടുകൂടി നമ്മൾ എന്തിനാണ് മറ്റുള്ളവരെ കുറ്റം പറയുന്നത് എന്നുള്ളതാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ ഒരാളെ കുറ്റം പറയുമ്പോൾ നഷ്ടപ്പെടുന്നത് നമ്മുടെ മനസ്സിൻ്റെ ക്വാളിറ്റിയാണ്, നമ്മുടെ പേഴ്സണാലിറ്റിയുടെ ക്വാളിറ്റിയാണ്, നമ്മുടെ ജീവിതത്തിൻ്റെ ക്വാളിറ്റിയാണ് നഷ്ടപ്പെടുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. കാരണം മറ്റുള്ളവരെ കുറിച്ച് നമ്മൾ ഒരിക്കലും കുറ്റം പറയേണ്ടതില്ല. നമുക്കൊരുപക്ഷെ ഇഷ്ടമില്ല എന്ന് കരുതിയോ അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ ഉണ്ടായി എന്ന് കരുതി അതിൻ്റെ അസ്വസ്ഥതയുടെ പുറത്തോ നമ്മൾ ഒരിക്കലും മറ്റുള്ളവരെ കുറ്റം പറയരുത്. അങ്ങനെ കുറ്റം പറഞ്ഞു എന്ന് കരുതി അവരുടെ ജീവിതത്തിന് ഒന്നും സംഭവിക്കാനില്ല. അവർ സുഖമായിട്ട് സന്തോഷത്തോടു കൂടി ജീവിതത്തിൽ മുന്നോട്ട് പോകും. നമ്മളിങ്ങനെ കുറ്റം പറഞ്ഞ് നമ്മുടെ മനസ്സിൻ്റെ സമാധാനമൊക്കെ സ്വയം നഷ്ടപ്പെടുത്തിയിട്ട് നമ്മുടെ ജീവിതത്തിൻ്റെ നല്ല അവസരങ്ങളെയൊക്കെ നമ്മളങ്ങ് ഇല്ലാതാക്കിയിട്ട് ഇങ്ങനെ സന്തോഷങ്ങളേക്ക് ഇല്ലാതാക്കി നമ്മളിങ്ങനെ കടന്നു പോകുമെന്നേ ഉള്ളൂ. അതിൽ വലിയ ഗുണങ്ങളോ ലാഭങ്ങളോ നമുക്ക് കിട്ടാനില്ല എന്ന് നമ്മൾ തിരിച്ചറിയുക. നല്ല മനസ്സോടെ ജീവിക്കുക എന്നുള്ളതല്ലേ ഈ ജീവിതയാത്രയുടെ ലക്ഷ്യമാവേണ്ടത്. അല്ലാതെ മറ്റുള്ളവരുടെ കാര്യത്തിൽ ആവശ്യമില്ലാതെ ഇടപെട്ടിട്ട് നമ്മൾ എന്തിനാണ് ഒരു സന്തോഷവും സമാധാനവും കണ്ടെത്തുന്നത്? ഒരുപക്ഷെ മറ്റുള്ളവരെക്കുറിച്ച് കുറ്റം പറഞ്ഞ് നടക്കുമ്പോൾ നമുക്കൊരു മനസ്സുഖം കിട്ടുന്നുണ്ടായിരിക്കും. ഒരുപക്ഷെ നമ്മുടെ പ്രശ്നങ്ങളെയൊക്കെ മറച്ചു പിടിക്കാൻ നമുക്കത് സാധിക്കുമായിരിക്കും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു ഗുണവുമില്ല, ദോഷം മാത്രമേ ഉള്ളൂ. കുറ്റം പറഞ്ഞ് നടക്കുമ്പോൾ നമ്മുടെ മനസ്സ് നെഗറ്റീവായിരിക്കും, നമ്മുടെ ചിന്തകൾ കാഴ്ചപ്പാടുകൾ വികലമായിരിക്കും. ആ വികലമായ കാഴ്ചപ്പാടോടുകൂടി ആ നെഗറ്റീവായ ചിന്താഗതിയോടുകൂടി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന റിസൾട്ടും നെഗറ്റീവായിരിക്കുമെന്ന് നമ്മൾ മറന്നു പോകരുത്. മറ്റുള്ളവരുടെ ജീവിതത്തിൽ നേട്ടങ്ങളുണ്ടാകുമ്പോൾ, ഉയർച്ചകളുണ്ടാകുമ്പോൾ, വളർച്ചകളുണ്ടാകുമ്പോൾ, നല്ല കാര്യങ്ങളുണ്ടാകുമ്പോൾ അഭിനന്ദിക്കുവാൻ നമ്മൾ തീർച്ചയായിട്ടും പഠിക്കണം. അങ്ങനെ അഭിനന്ദിക്കാൻ കഴിയുന്നത് ഉയർന്ന മാനസിക നിലവാരത്തിൻ്റെ ലക്ഷണമാണ്. ആ ഒരു നിലവാരം നമ്മുടെ മനസ്സിനുണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞാൽ ജീവിതത്തിനും ആ നിലവാരം ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമെന്ന ബോധ്യം നമുക്കെല്ലാവർക്കും ഉണ്ടാവണം. ജീവിതത്തിൽ വിജയിച്ച ഒരാളും മറ്റുള്ളവരെക്കുറിച്ച് കുറ്റം പറയില്ല. അതുപോലെ തന്നെ എനിക്ക് ജീവിതത്തിൽ വിജയിക്കാൻ കഴിയുമെന്ന് നല്ല ആത്മവിശ്വാസമുള്ള ഒരാളും മറ്റുള്ളവരെക്കുറിച്ച് കുറ്റം പറയില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നമുക്ക് ആത്മവിശ്വാസമില്ല എന്നുള്ളതാണ് മറ്റുള്ളവരെ കുറ്റം പറയുമ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ടുള്ള യാഥാർത്ഥ്യം. നമ്മൾ ഇനിയും ജീവിതത്തിൽ വിജയിച്ചിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള യാഥാർത്ഥ്യം. അതുകൊണ്ട് നമ്മൾ മറ്റുള്ളവരെ കുറ്റം പറയുന്നതിന് പകരം അവനവൻ്റെ കുറ്റങ്ങളെയും കുറവുകളെയും ഒക്കെ നമ്മൾ സ്വയം തിരിച്ചറിയുക. നമുക്കൊരുപാട് പോരായ്മകളുണ്ട്, നമുക്കൊരുപാട് പരിമിതികളുണ്ട്, നമുക്കൊരുപാട് ക്വാളിറ്റീസും ഉണ്ട്. അത് സ്വയം തിരിച്ചറിഞ്ഞ് അവനവൻ്റെ ജീവിതത്തെ പരിപോഷിപ്പിക്കുവാൻ നമ്മൾ ശ്രമിക്കുക. അല്ലാതെ സാങ്കല്പികമായിട്ടുള്ള കഥകളുണ്ടാക്കി മറ്റുള്ളവരെ നമ്മൾ കുറ്റം പറയുമ്പോൾ ജീവിതത്തിൽ അത് നമ്മുടെ ജീവിതത്തെ തന്നെ മോശമായി ബാധിക്കുമെന്ന ഒരു തിരിച്ചറിവും കാഴ്ചപ്പാടും ബോധ്യവും ഓരോ വ്യക്തിക്കും ഉണ്ടാവട്ടെ. അത് ജീവിതത്തിന് പുതിയ ഉണർവും ഉന്മേഷവും നൽകട്ടെ. എല്ലാവർക്കും അതിന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. മറ്റൊരു പുതിയ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.